ഒന്നോ രണ്ടോ ഭാഷാ അധ്യാപകർ മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോ ഭാഷ ഐച്ഛിക വിഷയമായിട്ട് മാതൃഭാഷ പഠിക്കാത്തവർ മലയാളം പഠിപ്പിക്കാൻ ഉണ്ടാകുന്ന പരിമിതികൾ ഇവിടെ ഉണ്ട്, സ്വാഭാവികമാണ്. പക്ഷേ വളരെ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നവരും തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ ഇത്തരം പരിമിതികളിൽ ഉള്ളിൽ നിന്നുകൊണ്ട് ഭാഷ പഠിപ്പിക്കാൻ എത്തുന്നവർ അങ്ങേയറ്റം താല്പര്യത്തോടെ കുഞ്ഞുങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. കുട്ടികൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ്. കുട്ടികൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെടില്ല എന്ന് ചോദിച്ചാൽ അത് അവതരിപ്പിക്കുന്നതിലുള്ള തെറ്റ് കൊണ്ടാണ്. കുട്ടികൾ എന്ന് പറയുന്നത് അവരുടെ കുഞ്ഞു മനസ്സിലേക്ക് നല്ല രീതിയിൽ അവതരിപ്പിച്ചാൽ അവരെന്തും ഇഷ്ടപ്പെടും. അപ്പൊ അവതരണ രീതിയാണ് മാറ്റം വരേണ്ടത്. ഭാഷാ അധ്യാപകരായിക്കോട്ടെ, ഐച്ഛിക വിഷയം മലയാളം അല്ലാത്തവരായിക്കോട്ടെ, വളരെ ആത്മാർത്ഥമായിട്ട് ഭാഷയോടുള്ള സ്നേഹം, അതിനോടുള്ള ആത്മാർത്ഥതയോടെ അത് അവതരിപ്പിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് സ്നേഹമുണ്ടാകും. വ്യക്തമാണ് സൽകുമാർ. ഞാൻ താങ്കളേക്ക് തിരിച്ചു വരാം. സജി മാർക്കോസിലേക്ക്. സജി മാർക്കോസ്, ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ വ്യാപകമാണ് ഗൾഫ് രാജ്യങ്ങളിൽ. ഒരുപക്ഷെ അവിടെ മലയാളം പഠിക്കുവാൻ വേണ്ടി വേണ്ടത്ര സാധ്യതകളുമില്ല. ഇത്തരം അവസരങ്ങളിൽ ഇപ്പോൾ എന്തൊക്കെ നടപടികളാണ്? അവിടെയാണ് എനിക്ക് തോന്നുന്നു നിങ്ങളടക്കമുള്ള മലയാള പാഠശാലകളൊക്കെ വളരെ പ്രസക്തമാകുന്നത്. എത്രമാത്രം സഹായകരമാകുന്നു പ്രവാസി വിദ്യാർത്ഥികൾക്കിടയിൽ നിങ്ങളടക്കമുള്ളവരുടെ പ്രവർത്തനങ്ങൾ? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വ്യാപകമാകുന്നത് മാത്രമല്ല, നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന പല സ്കൂളുകളിലും ഇംഗ്ലീഷ് ഒരു ഭാഷയായി പോലും പഠിപ്പിക്കാത്ത സ്കൂളുകളാണ് ഇവിടെയുള്ള മിക്കതും. അതുകൊണ്ട് ഭാഷാ പഠനം ഇവർക്ക് സാധ്യമല്ലാതിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം സന്നദ്ധ പ്രവർത്തനങ്ങളുടെ പ്രസക്തി ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഉൾപ്പെടുന്ന പല സംഘടനകൾക്കും ഇവിടെ ഇത്രയും അധികം കുട്ടികൾ, 900 കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു പാഠശാല, അത് കേന്ദ്രീകൃതമായ ഒരു സ്ഥലത്ത് തന്നെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു സ്കൂൾ പ്രവർത്തിക്കുന്ന പോലെ തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, ഇപ്പോ ഇന്ന് ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് എല്ലാ വർഷവും നടത്തുന്ന ബാലകലോത്സവം ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് മുതൽ ഇനി വരുന്ന 7 ദിവസങ്ങളിൽ ബാലകലോത്സവമാണ്. കേരളത്തിന് വെളിയിൽ നടക്കുന്ന നമ്മുടെ സ്കൂൾ യുവജനോത്സവം പോലെ കേരളത്തിന് വെളിയിൽ നടക്കുന്ന ഏറ്റവും വലിയ കലാമാമാങ്കം എന്ന് ഈ ബാലകലോത്സവത്തെ വിശേഷിപ്പിക്കാം. അങ്ങനെ നമ്മുടെ നാടൻ കലകള്, നമ്മുടെ നാട്ടിലെ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികൾ, ഇതൊക്കെ നമ്മുടെ വേദികൾ അവതരിപ്പിച്ചുകൊണ്ട് ഇവർക്ക് ഭാഷയുമായി സംസ്കാരവുമായി ബന്ധപ്പെടാനുള്ള എല്ലാ വേദികളും ഞങ്ങളിവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ സർക്കാർ തലത്തിൽ നിന്നുള്ള ഇടപെടലുകൾ ഇനിയും വേണ്ടിയിരിക്കുന്നു. ഭാഷാ പഠനത്തിനുള്ള സൗകര്യങ്ങളും മലയാളം ഒരു ഭാഷ എന്ന നിലയിൽ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്ത CBSE സ്കൂളുകൾ ഇവിടെയുണ്ട്. നാട്ടിലും ധാരാളം ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ അതിനൊരു വ്യത്യാസം വരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അനൗപചാരിക വിദ്യാഭ്യാസം എത്ര കൊടുത്താലും അത് വളരെ അടിസ്ഥാനപരമായ ഒരു വിദ്യാഭ്യാസം മാത്രമേ, ഭാഷാ വ്യാകരണമോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ഈ അനൗപചാരിക വിദ്യാഭ്യാസം കടക്കാൻ പറ്റുന്നില്ല. ഭാഷയുടെ മേലെ അത്ര വലിയൊരു നിയന്ത്രണം അവർക്ക് കിട്ടുന്നുമില്ല. അതുകൊണ്ട് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കായി ഈ പഠനം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് അധികാരികളുടെ പക്ഷത്തുനിന്നുള്ള ഇടപെടൽ ആവശ്യമാണ്. എന്നാൽ സാമൂഹിക സാംസ്കാരിക സംഘടനകളൊക്കെ പ്രത്യേകിച്ച് ബഹ്റിനിലും ഗൾഫിലും മറ്റു രാജ്യങ്ങളിലെല്ലാം വളരെ നന്നായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുകയും മാതാപിതാക്കളുടെ നല്ലൊരു സഹകരണം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അതിലുപരി ഇപ്പോഴത്തെ ഒരു പ്രത്യേകത, കുടുംബങ്ങളിലെല്ലാം നന്നായി മലയാളം സംസാരിക്കുന്നുള്ളതാണ്. എന്നാൽ ഈ കഴിഞ്ഞ ഒരു തലമുറയിലെ പ്രവാസികളുടെ വീട്ടിൽ അങ്ങനെ ആയിരുന്നില്ല. അവരുടെ കാഴ്ചപ്പാട് ഒരുപക്ഷെ അതായിരുന്നില്ല. ഇവിടങ്ങളിൽ തന്നെ കഴിയാൻ പറ്റുമെന്നുള്ളതോ ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ലഭ്യമാകായിരുന്നു. ഇംഗ്ലീഷ് ഭാഷ കുട്ടികളുടെ കയ്യിൽ വന്നതുകൊണ്ടുള്ള അവരുടെ ഒരു ഭാഷയോടുള്ള ആവേശം കൊണ്ടൊക്കെ ആയിരിക്കാം വീടുകളിൽ പോലും അറിഞ്ഞുകൂടാത്ത മാതാപിതാക്കളും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു സംസ്കാരമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നത് മാറി കൊച്ചുകുട്ടികൾ പോലും മലയാളം സംസാരിക്കും. എല്ലാ വീടുകളിലും മലയാള ഭാഷ. സജി മാർക്കോസ്, ഞാൻ താങ്കളേക്ക് തിരിച്ചു വരാം. രാധാകൃഷ്ണക്കുറുപ്പിലേക്ക്. ശ്രീ രാധാകൃഷ്ണക്കുറുപ്പ്, മലയാളത്തിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചപ്പോൾ വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് ലോകത്തെങ്ങുമുള്ള മലയാളികൾ അതിനെ നോക്കിക്കണ്ടത്. ഇപ്പോൾ പ്രവാസി സന്താനങ്ങളുടെ മലയാള ഭാഷാ പരിപോഷണത്തിന് എന്തൊക്കെ നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്? അല്ല, ഈ സർക്കാരിന്റെ ഒക്കെ പരിമിതിയുണ്ട്. നമ്മൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഭാഷ നന്നാക്കി കളയുമെന്നൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതുകൊണ്ട് യാതൊരു കാര്യമില്ല. പക്ഷെ നമ്മുടെ പുതിയ തലമുറ ഈ പറഞ്ഞ സ്കൂളുകളിലൊക്കെ തന്നെ ഈ ആംഗലേയ ഭാഷ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവന് ജീവിക്കാമെന്നും, നമ്മളുടെ ഈ മലയാളി എപ്പോഴും അവന്റെ ഒരു നിലനിൽപ്പ്, അവനെ എങ്ങനെ ഏതുകൊണ്ട് ജീവിക്കാം എന്നൊക്കെ ഉള്ളതാണ് ചിന്തിക്കുന്നത്. ഇപ്പൊ ഭാഷ പഠിച്ചാൽ അതിന്റെ സംസ്കാരം പഠിക്കുന്നു എന്നൊക്കെ നമ്മൾ ഭാഷാധ്യാപകർ പറയുന്നു, അതിനിപ്പോ ആൾക്കാരെല്ലാവരും പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷെ പൊതുവെ നമ്മുടെ കുട്ടികളിൽ കാണുന്നത്, ഇപ്പം ഈ പറഞ്ഞ ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുമ്പോൾ അവന്റെ ജീവസന്ധാരണത്തിന് പൊതുവെ നമ്മളെ ഇവിടുത്തെ ആൾക്കാരെ ചിന്തിക്കുന്നത് എഞ്ചിനീയറിംഗും മെഡിസിനും ഒക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പഠനങ്ങളെന്ന് വിചാരിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതിപ്പോ നാട്ടിലും ഉണ്ട്, ഇവിടെയും അത് തന്നെയാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഷ പഠിച്ചതുകൊണ്ട് ഇനി അതിന്റെ ഭാവിയിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളൊരു ധാരണയുണ്ട്. പിന്നെ നമ്മൾ ഒരിക്കലും ഗവൺമെന്റ് സഹായിച്ചു അല്ലെങ്കിൽ നമ്മൾ ശ്രേഷ്ഠ ഭാഷാ പദവിയായോ അതുകൊണ്ട് സർക്കാരിൽ നിന്ന് ഇനി ഒരു വലിയ ഇതിന് ഇത്രയൊക്കെ ചെയ്യാൻ ഏതൊരു സർക്കാരിനും കഴിയുള്ളൂ എന്നാണ് ഞാനും കരുതുന്നത്. പക്ഷേ ശ്രീ രാധാകൃഷ്ണക്കുറുപ്പ്, കേരളത്തിലുള്ള മലയാള ഭാഷാ അധ്യാപകർ എപ്പോഴും സർക്കാർ അവഗണിക്കുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. പ്രവാസ ലോകത്തുള്ള മലയാള അധ്യാപകരുടെ സ്ഥിതി എന്താണ്? അവർക്ക് കൃത്യമായ അധ്യാപന രീതി നടത്താനുള്ള സാഹചര്യം ഉണ്ടോ അവിടെ?
ഇല്ല, ഓരോ സ്കൂളുകളിലും ഉള്ള അവസ്ഥയാണ്. അതിപ്പോ എനിക്കിപ്പം ഞങ്ങളുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ സ്കൂൾ ഡാർസൈറ്റിനെ സംബന്ധിച്ചിടത്തോളം മലയാള അധ്യാപകരാണ് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഇടയിൽ സ്വാധീനമുള്ളവരും രക്ഷിതാക്കളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളവരും മലയാള അധ്യാപകരാണ്. കാരണം നമ്മുടെ ഭാഷയുടെ ഒരു മഹത്വം കൊണ്ടുവരിക. പിന്നീട് നമ്മൾ ഈ മലയാളം എന്ന് പറയുന്ന ഒരു വിഷയമായിട്ടല്ല കണക്കാക്കേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിലും അവന്റെ എല്ലാ കാര്യത്തിലും നമ്മുടെ ഭാഷയ്ക്ക് വലിയ പങ്കുണ്ട്. പക്ഷെ ഇവിടുത്തെ മലയാള സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇംഗ്ലീഷ് സ്പെല്ലിംഗ് മത്സരങ്ങൾ പോലും സംഘടിപ്പിക്കുമ്പോൾ മലയാളത്തിനോട് അത്ര വലിയൊരു താല്പര്യം അവർ കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് മലയാള വിഭാഗം തന്നെ ഇവിടെ ഉണ്ട്. പക്ഷെ അവർ പോലും ഇംഗ്ലീഷ് സ്പെല്ലിംഗ് മത്സരം നടത്താനും, അപ്പൊ അതൊക്കെയാണ് ഈ മലയാളികൾ പൊതുവെ ഇവിടെയാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒക്കെ ഈ പൊങ്ങച്ചത്തിന് ഇന്നും യാതൊരു കുറവുമില്ല എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പക്ഷെ എന്നാൽ എവിടെയോ ഒരു അടിയിൽ ഒരു അന്തർധാരയായിട്ടൊരു നീര് ഒഴുകു പോലെ മലയാളത്തോടും ഭാഷയോടും ഒക്കെ ഉള്ളൊരു സ്നേഹവും താല്പര്യവും കിടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളെ പോലുള്ളവരിവിടെ നിലനിന്നു പോകുന്നത്. പക്ഷെ എന്തായാലും ഞങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെയേറെ ഭാഷയെ സ്നേഹിക്കുന്നുണ്ട്. ഒരു കവിത കേട്ടാലും ഒരു കഥ കേട്ടാലും ഒക്കെ അതിനെ പെട്ടെന്ന് ഒരു നിമിഷം തിരിഞ്ഞു നിന്ന് ശ്രദ്ധിക്കാനും ആ കഥയിലെ എവിടെയോ ഒക്കെ അവനെ സ്പർശിക്കുന്നത് അനുഭവിക്കാനും ഒക്കെ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടും. സമയപരിധി മൂലം ഇടപെടുകയാണ് ശ്രീ രാധാകൃഷ്ണക്കുറുപ്പ്. സജി മാർക്കോസിലേക്ക്. ശ്രീ സജി മാർക്കോസ്, നിങ്ങളടക്കമുള്ള സംഘടനകൾ നടത്തുന്ന പരിപാടികൾക്ക് പ്രവാസത്തെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് എത്രമാത്രം സഹായം ലഭിക്കുന്നുണ്ട്, പിന്തുണ ലഭിക്കുന്നുണ്ട്? 100% പിന്തുണ ലഭിക്കുന്നുണ്ട്. അവരുടെ സമയത്ത് അവർ മാറ്റിവെച്ച് കുട്ടികളെ ഞങ്ങളുടെ പാഠശാലയിൽ കൊണ്ട് എത്തിക്കുന്നതിനും അത് തിരിച്ചു കൊണ്ടുപോകുന്നതിനും ഞങ്ങളുടെ അധ്യാപകർ കൊടുത്തുവിടുന്ന പ്രോജക്റ്റുകൾ ചെയ്യുന്നതിനും മറ്റ് സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് വേണ്ടി കുട്ടികളെ കൊണ്ടുപോകുന്നതിനും ഞങ്ങൾ ഇടുന്ന പദ്ധതികളോട് സഹകരിക്കുന്നതിനും അങ്ങനെ എന്ന് വേണ്ട മലയാള പാഠശാല മുൻപോട്ട് വയ്ക്കുന്ന എല്ലാ ആവശ്യങ്ങളോടും 100% സഹകരിക്കുന്ന മാതാപിതാക്കളാണ് ഇവിടെയുള്ളത്. അതിന്റെ പ്രയോജനം കുട്ടികൾ നമുക്ക് കാണാനുണ്ട്. എങ്കിൽ എനിക്കൊരു കാര്യം ഇതിനോട് ചേർക്കാനുള്ളത്, ഇതിനു മുമ്പ് സംസാരിച്ച അധ്യാപകൻ പറഞ്ഞ ഒരു അഭിപ്രായത്തോട് അല്പം വിയോജിപ്പാണുള്ളത്. സർക്കാർ നിശ്ചയമായിട്ടും ഇതിനകത്ത് വളരെയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടിയതുകൊണ്ട് നമുക്ക് വളരെ പ്രയോജനങ്ങൾ കിട്ടാനുണ്ട്. ഒന്നാമത്തെ പ്രശ്നം, നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, നമ്മുടെ സംസാരം പൂർണ്ണമായും നമ്മുടെ ഭാഷയിൽ ചെയ്യാൻ തക്ക നമുക്ക് പറ്റാതെ വന്നിരിക്കുന്നു. അത്രത്തോളം ദുർബലമായി പോയിരിക്കുന്നു നമ്മുടെ ഭാഷ. ഇതൊരു ജ്ഞാനഭാഷയായി വളർത്തേണ്ടതായിട്ടുണ്ട്. നമുക്ക് സർവകലാശാല വരേണ്ടതായിട്ടുണ്ട്. നമുക്ക് ശാസ്ത്രീയ പദങ്ങൾ നമ്മുടെ ഭാഷയിൽ ചേർക്കപ്പെടേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആ തരത്തിലുള്ള ധാരാളം ഇടപെടലുകൾ, ശക്തിയുള്ള ഒരു ഭാഷയായി, ശാസ്ത്രം സംസാരിക്കാൻ പറ്റുന്ന ജ്ഞാനഭാഷയായി നമ്മുടെ ഭാഷയെ മാറ്റുന്നതിന് സർക്കാർ ഇടപെടൽ ആവശ്യമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ഇതിൽ കൂടുതൽ പറ്റില്ല എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. നിശ്ചയമായിട്ടും അവർ മുൻകൈ എടുക്കേണ്ടത് നമ്മുടെ ഗവൺമെന്റ് തന്നെയാണ്. ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനമായിരുന്നല്ലോ സർക്കാർ ജോലി കിട്ടുന്നതിന് നമുക്ക് മലയാള ഭാഷ പഠനം ആവശ്യമാണെന്ന്. അതിനുശേഷമാണ് ഞങ്ങളിലൊക്കെ മലയാളം പാഠശാലയിൽ കൂടുതൽ കുട്ടികൾ വന്ന് പഠിക്കാനുള്ള ഒരു താല്പര്യം പണ്ടത്തേക്കാൾ 700 കുട്ടികൾ പഠിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ 900 കുട്ടികൾ വരുന്നുണ്ട്. അതിൽ കൂടുതൽ വന്നവർക്ക് അഡ്മിഷൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഈ നിലയിലുള്ള ഗവൺമെന്റ് പക്ഷത്തിൽ നിന്നുള്ള ഇടപെടലുകൾ വളരെ കൃത്യമായി നടത്തുകയും അതുപോലെ CBSE സ്കൂളുകൾക്ക്, പ്രത്യേകിച്ച് കേരളത്തിൽ ഉള്ളിലെങ്കിലുമുള്ള CBSE സ്കൂളുകൾക്ക് നിർബന്ധമായും മലയാളം ഒരു ഭാഷ എന്ന നിലയിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമ സംവിധാനങ്ങൾ അതിന് സർക്കാർ പക്ഷത്തിൽ നിന്ന് നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളുടെ താല്പര്യവും സന്നദ്ധ സംഘടനകളുടെ താല്പര്യത്തോടൊപ്പം തന്നെ മുൻകൈ എടുത്തുകൊണ്ട് സർക്കാരും ചില നിയമ നടപടികൾ, ചില നിയമങ്ങൾ നിർമ്മിച്ചുകൊണ്ട് സമയപരിധി മൂലം ഇടപെടുകയാണ്. ശ്രീ സജി മാർക്കോസ്, വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത മലയാളം പാഠശാല കോർഡിനേറ്റർ സജി മാർക്കോസ്, അതേപോലെ അധ്യാപകരായ സനിൽകുമാർ, രാധാകൃഷ്ണക്കുറുപ്പ്, ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ അതിഥികൾക്കും നന്ദി.